സെന്റ് ലൂസിയയിലെ ഡാരൻ സെമി ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് വേദി. T20 ലോകകപ്പ് സൂപ്പർ 8 പോരാട്ടങ്ങളിൽ ഒന്നിൽ നിലവിലെ ഏകദിന ലോക ചാമ്പ്യന്മാരായ ഓസീസ് അന്നത്തെ ഫൈനലിസ്റ്റുകളായ ഇന്ത്യയെ നേരിടുന്നു. അഫ്ഗാനിസ്ഥാനോടൊറ്റ ഞെട്ടിക്കുന്ന തോൽവിയിൽ പതറിയ ഓസീസിന് ജയം അനിവാര്യമായിരുന്നു. കളിക്ക് മുമ്പേ മിച്ചൽ മാർഷിന്റെ പരിഹാസ ശരമെത്തി. ഇന്ത്യയെ തോൽപ്പിക്കാൻ ഞങ്ങളെക്കാൾ മികച്ചൊരു ടീമില്ല. മിച്ചൽ മാർഷിന്റെ ഓവർ കോൺഫിഡൻസിന്റെ മുരട് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ അന്ന് അറുത്തെടുത്ത് കയ്യിൽ കൊടുത്തു. സെന്റ് ലൂസിയിൽ അന്ന് അക്ഷരാർത്ഥത്തിൽ ശർമ്മ ഷോ ആയിരുന്നു. വിരാട് കോഹ്ലിക്കൊപ്പം ക്രീസിലെത്തിയ ഇന്ത്യൻ നായകൻ അന്ന് ക്രീസ് വിട്ടത് 12ാം ഓവറിൽ. കോഹ്ലി അടക്കമുള്ള വൻമരങ്ങളൊക്കെ നേരത്തെ വീണപ്പോഴും രോഹിത് ഒരറ്റത്ത് ഉറച്ചു നിന്നു. 41 പന്തിൽ അന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ 92 റൺസാണ് അടിച്ചെടുത്തത്. രോഹിത്തിന്റെ ബാറ്റിൽ നിന്ന് പറന്നത് 8 പടുകൂറ്റൻ സിക്സുകളും 7 ഫോറുകളും. ബാറ്റ് വീശിയത് 224 സ്ട്രൈക്ക് റേറ്റിൽ. ഒടുവിൽ കങ്കാരിക്കളെ 24 റൺസിന് കെട്ടുകെട്ടിച്ച് സെമിയിലേക്ക്. രോഹിത്തിന്റെ ചിറകിലേറി ഇന്ത്യ നടത്തിയ ആ ജൈത്രയാത്ര ചെന്ന് അവസാനിച്ചത് ക്രിക്കറ്റ് ലോകത്തിന്റെ നെറുകയിൽ ചെന്നാണ്. നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിലേക്ക് കുട്ടി ക്രിക്കറ്റിന്റെ വിശ്വകിരീടമെത്തി. ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് പിറന്നത് നായകൻ രോഹിത്തിന്റെ ബാറ്റിൽ നിന്ന്. 8 മത്സരങ്ങളിൽ നിന്ന് 3 അർദ്ധ സെഞ്ചുറികൾ അടക്കം 257 റൺസാണ് രോഹിത് അടിച്ചെടുത്തത്. 36.71 ബാറ്റിംഗ് ആവറേജ്. 2007 ആദ്യ T20 കിരീടം നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്ന രോഹിത് നായകവേഷത്തിൽ ഇന്ത്യക്ക് 2ാം കിരീടം സമ്മാനിച്ച് പടിയിറക്കം പ്രഖ്യാപിച്ചു. ഏതൊരു ക്രിക്കറ്ററും മനസ്സിലാഗ്രഹിക്കുന്ന ഐതിഹാസികമായൊരു പടിയിറക്കം. അല്ലെങ്കിലും സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുന്നതാണല്ലോ അതിന്റെ ഭംഗി. അതിവിദൂര ഭാവിയിൽ തന്നെ ക്രിക്കറ്റിന്റെ മറ്റ് ഫോർമാറ്റുകളിൽ നിന്നും രോഹിത് വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്ന് ആരാധകർക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ 2024 അവസാനിക്കുമ്പോൾ രോഹിത്തിനെ സംബന്ധിച്ച് കാര്യങ്ങൾ അത്രക്ക് സുഖകരമല്ല. ടെസ്റ്റ് ക്രിക്കറ്റിൽ പാട്ട് നിർത്താൻ നേരത്ത് രോഹിത്തിന്റെ സ്വരം അത്ര നല്ലതല്ല. ന്യൂസിലൻഡിനോട് സ്വന്തം മണ്ണിലേറ്റ വൈറ്റ് വാഷിന് പിറകെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായി ഓസീസ് മണ്ണിലേക്ക് വണ്ടി കയറിയ രോഹിത്തും സംഘവും മറ്റൊരു പരമ്പര തോൽവിയുടെ മുനമ്പിലാണ്. മെൽബണിൽ അരങ്ങേറിയ ബോക്സിംഗ് ഡേ ടെസ്റ്റിലെ പരാജയത്തിന് പിറകെ രോഹിത്തിനെ മാറ്റാനുള്ള മുറവിടികൾ ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇതുവരെ 3 മത്സരങ്ങളിൽ നിന്നായി 5 ഇന്നിംഗ്സുകളിൽ നിന്ന് രോഹിത് ആകെ അടിച്ചെടുത്തത് വെറും 31 റൺസ്. പരമ്പരയിൽ 30 വിക്കറ്റുകൾ ഇതിനോടകം കീശയിലാക്കി കഴിഞ്ഞ ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയേക്കാൾ ഒരക്കം കൂടുതൽ. ഒറ്റത്തവണയാണ് BGTയിൽ രോഹിത്തിന്റെ സ്കോർ 2 അക്കം കടന്നത്. ആ ഇന്നിംഗ്സ് ആകട്ടെ 10 റൺസിൽ അവസാനിച്ചു. മറ്റ് സ്കോറുകൾ പറയാൻ കൊള്ളുന്നതൊന്നുമല്ല. 6.2 സീരീസിൽ രോഹിത്തിന്റെ ബാറ്റിംഗ് ആവറേജ്. ഓസീസ് മണ്ണിൽ വച്ചരങ്ങേറുന്ന ഒരു പരമ്പരയിൽ ഒരു ടോപ്പ് ഓർഡർ ബാറ്ററുടെ ഏറ്റവും മോശം പ്രകടനങ്ങളിൽ ഒന്ന്. ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യൻ മണ്ണിൽ വടങ്ങിയ വൈറ്റ് വാഷിലും രോഹിത് അമ്പേ പരാജയമായിരുന്നു. 6 ഇന്നിംഗ്സുകളിൽ നിന്ന് 15.17 ബാറ്റിംഗ് ആവറേജിൽ ഇന്ത്യൻ നായകൻ അടിച്ചെടുത്തത് വെറും 91 റൺസ്. 2024 ആകെ 14 ടെസ്റ്റുകളിൽ ഇന്ത്യൻ ജേഴ്സി കണിഞ്ഞ രോഹിത്തിന്റെ സമ്പാദ്യം 619 ആണ്. 24.76 താരത്തിന്റെ ബാറ്റിംഗ് ആവറേജ്. 2 സെഞ്ചുറികളും 2 അർദ്ധ സെഞ്ചുറികളുമാണ് ആകെ ഇന്ത്യൻ നായകന്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞത്. ICCയുടെ ടെസ്റ്റ് റാങ്കിങ്ങിൽ 40ാം സ്ഥാനത്താണ് ഇപ്പോൾ രോഹിത്. ഈ കണക്കുകളൊക്കെ രോഹിത് വിരമിക്കണം എന്ന മുറവിളികളെ ഒരർത്ഥത്തിൽ ശരിവെക്കുന്നുണ്ട്. ഒപ്പം രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച നിരാശയും ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ പരസ്യമാക്കുന്നുണ്ട്. യുവപ്രതിഭകൾ പലരും ബെഞ്ചിലിരിക്കുമ്പോൾ നിരന്തരം പരാജയപ്പെടുന്ന രോഹിത്തിനെ ഇനിയും ടീമിൽ വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറിനോടാണ് ചോദ്യം. ക്യാപ്റ്റനെ ഒഴിവാക്കി ഒരു 11 പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനം പറയാൻ പോലും ഗംഭീർ ഒരു ദിവസം കൂടി കാത്തിരിക്കൂ എന്നാണ് മാധ്യമപ്രവർത്തകർക്ക് മറുപടി നൽകിയത്. മെൽബണിലെ പരാജയത്തിന് ശേഷം രോഹിത്തിന്റെ ശരീരഭാഷയെ കുറിച്ച ഓസീസ് ഇതിഹാസം ജസ്റ്റിൻ ലാംഗറുടെ പ്രസ്താവന കൂടെ ഇതിനോട് ചേർത്ത് വായിക്കണം. രോഹിത് ഏറെ ക്ഷീണിതനായ പോലെയാണ് മൈതാനത്ത് കാണപ്പെടുന്നത്. പെട്ടെന്ന് അയാൾ വികാരാധീനാകുന്നു. സഹതാരങ്ങളോട് പൊട്ടിത്തെറിക്കുന്നു. മൈതാനത്ത് സാധാരണ കൂളായി കാണപ്പെടാറുള്ള അദ്ദേഹത്തിന്റെ ഈ മാറ്റം വലിയൊരു നിരാശയിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. നിങ്ങൾക്ക് ടീമിനായി വലിയ സംഭാവനകൾ നൽകാനാവുന്നില്ലെങ്കിൽ കളിയിൽ ഉടനീളം അത് മനസ്സിലുണ്ടാകും. രോഹിത് ക്യാപ്റ്റനാണ്. ടീം നിരന്തരം പരാജയപ്പെടുന്നു. അതിന് അയാൾ കൂടി കാരണക്കാരനാകുന്നു. മൈതാനത്ത് നിങ്ങളെ വലിയ സമ്മർദ്ദത്തിലേക്ക് തള്ളിയിടാൻ ഇതൊക്കെ ധാരാളം, ലാംഗർ പറഞ്ഞു വെച്ചു. സിഡ്നിയിൽ ശുഭ്മാൻ ഗില്ലിനെ ടീമിൽ ഉൾപ്പെടുത്താനുള്ള ആവശ്യം ഇപ്പോൾ ശക്തമാണ്. പരമ്പരയിലാകെ ഇതുവരെ 3 ഇന്നിംഗ്സുകളിലാണ് ഗില്ലിന് കളത്തിലിറങ്ങാനായത്. നിരന്തരം പരാജയപ്പെടുന്ന സീനിയർ താരങ്ങളിൽ ചിലരെ മാറ്റിയൊരു പരീക്ഷണത്തിന് കോച്ച് മുതിർന്നാൽ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. അതേസമയം രോഹിത് സ്ഥാനമൊടിഞ്ഞാൽ
ആരാകും ഇന്ത്യയുടെ അടുത്ത നായകൻ എന്ന ചോദ്യവും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഓപ്ഷനുകൾ പലതുമുണ്ടെങ്കിലും ജസ്പ്രീത് ബുംറയുടെ പേര് അക്കൂട്ടത്തിൽ ഉച്ചത്തിൽ ഉയർന്നു കേൾക്കുമെന്ന് തീർച്ച. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യ ജയിച്ച ഏക മത്സരം പെർത്ത് ടെസ്റ്റ് ആയിരുന്നു. അന്ന് രോഹിത്തിന്റെ അഭാവത്തിൽ ഇന്ത്യക്ക് നയിച്ചത് ബുംറയാണ്. ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദമൊന്നുമില്ലാതെ ബുംറ മൈതാനത്ത് നിറഞ്ഞാടി. മത്സരശേഷം ബോർഡർമാർ ക്യാപ്റ്റന്മാരായാൽ അത്ഭുതപ്പെടാൻ എന്താണെന്നൊരു ചോദ്യം മാധ്യമപ്രവർത്തകർക്ക് എറിഞ്ഞുകൊടുക്കുന്നുണ്ട് ബുംറ. മുൻ ഓസീസ് താരം ഡാരൻ ലേമാന് ഇന്ത്യയുടെ അടുത്ത നായകൻ ബുംറയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വർത്തമാനകാല ഇന്ത്യൻ ക്രിക്കറ്റിൽ ബുംറയേക്കാൾ മികച്ചൊരു ബോർഡറെ ഇന്ത്യക്ക് കണ്ടെത്താനായിട്ടില്ല. ബുംറ ഇല്ലായിരുന്നെങ്കിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി ഏകപക്ഷീയമായി പോയേനെ എന്നാണ് കഴിഞ്ഞ ദിവസം ഓസീസ് ഇതിഹാസം ഗ്ലെൻ മഗ്രാത്ത് പറഞ്ഞു വെച്ചത്. മഗ്രാത്തിനേക്കാളും വസീം അക്രമിനേക്കാളും അപകടകാരിയാണ് ബുംറ എന്ന പക്ഷമാണ് ലേമാന്. ദിവസങ്ങൾക്ക് മുമ്പ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ പോയ വർഷത്തെ മികച്ച ടെസ്റ്റ് 11 പ്രഖ്യാപിച്ചപ്പോൾ ക്യാപ്റ്റൻ സ്ഥാനം നൽകിയത് ബുംറക്കായിരുന്നു. ഏതായാലും സിഡ്നി ടെസ്റ്റ് കൂടി പരാജയത്തിലാണ് കലാശിക്കുന്നതെങ്കിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ തലപ്പത്ത് ഉടൻ ഒരു അഴിച്ചുപണി ഉണ്ടാകും എന്ന് ഉറപ്പാണ്.